ഇപ്പോൾ കെ.സി. വേണുഗോപാൽ എം.പി. ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ഇത് സംബന്ധിച്ച് റോഡുകളുടെ തകർന്ന ചിത്രം വ്യക്തമായി കൊടുത്താൽ അത് ചെയ്യാം. മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയിട്ടും ഇത്തരം റോഡുകളുടെ മെയിന്റനൻസ് നടത്താനുള്ള നടപടി സ്വീകരിക്കാമെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. രണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലാണ് പിന്നെ മറ്റൊന്ന് സഹായിക്കാൻ പറ്റുക. തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം വീട് നഷ്ടപ്പെട്ടവർക്ക്, വീട് തകരാറിലായവർക്ക്, ക്ലീനിംഗ് ആവശ്യമുള്ളവർക്ക് ഇതെല്ലാം തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്താൻ പറ്റും. കിണറുകൾ നന്നാക്കുക. അപ്പൊ ഇതിന് തൊഴിലുറപ്പ് പദ്ധതിയുടെ ലേബർ ബജറ്റിൽ ഇൻക്രീസ് വേണം. കേരളത്തിന്റെ ലേബർ ബജറ്റിൽ വലിയ ഇൻക്രീസ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇതിന്റെ ഗ്രാമീണ റോഡുകളടക്കം തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് മാറ്റാം. അത് മാൻഡേറ്റ്സ് കൂട്ടിയിട്ട് ലേബർ ബഡ്ജറ്റും കൂട്ടുന്ന നടപടി ഉണ്ടാകണം. അതിന് മന്ത്രി വളരെ അനുകൂലമായ നിലപാടാണ് ഇന്ന് സ്വീകരിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏത് ചേഞ്ചും വരുത്താൻ തയ്യാറാണ്. പക്ഷേ കേരളം ഫലപ്രദമായിട്ടുള്ള പദ്ധതി അടിയന്തരമായി സമർപ്പിക്കണം. അതിനെക്കുറിച്ച് ലേബർ ബഡ്ജറ്റ് എത്ര വർദ്ധിപ്പിക്കണമെന്നതിനെക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് നൽകുന്ന പ്രപ്പോസൽ അനുസരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി ഈ പ്രളയബാധിത പ്രദേശങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായിക്കാനും അതിനനുസരിച്ച് ലേബർ ബജറ്റ് കൂട്ടാനും ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നമ്മൾ ഇന്ന് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് എല്ലാ സഹായങ്ങളും അദ്ദേഹം ഉണ്ടാകുന്നുണ്ട്. സ്പെഷ്യൽ ഡോക്ടർമാരെയും അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഡോക്ടർമാരുടെയും പ്രത്യേകമായിട്ടുള്ള വിദഗ്ധന്മാരുടെയും സംഘത്തിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. കേരളം ഇനി അത്ര ആവശ്യപ്പെട്ടാലും അത്രയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായിട്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സാംക്രമിക രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ പരിശോധനാ സംവിധാനം കുറച്ച് ലാബോറട്ടറി ശക്തിപ്പെടുത്തും. അപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൂടുതൽ സയന്റിസ്റ്റുകളെയും അതോടൊപ്പം തന്നെ കൂടുതൽ ഉപകരണങ്ങളെയും എത്തിക്കുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് നഡ്ഡ പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യവകുപ്പ് മന്ത്രി. പൊതുവായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ദൌത്യം തീരുന്നില്ല. പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയെയും ഞങ്ങൾ ഈ വിദേശ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, വിദേശത്തുള്ള ഓഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കാണാൻ സമയം ചോദിച്ചിട്ടുണ്ട്. ആ സമയം കിട്ടിയവരും കേരളത്തിലെ എംപിമാര് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു റിയാക്റ്റീവായി ഇന്നലെ ഇന്നും ഞങ്ങൾ എടുത്ത നിലപാട്. ഞങ്ങളുടെയൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസി വളരെയേറെ പ്രയാസത്തിലാണ്, വെള്ളത്തിലാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾ ഈ ദുരന്ത മുഖത്താണ്. പക്ഷേ ഈ 2 ദിവസം ഇവിടെ വന്ന് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോവാണ്. എന്തായാലും ഈ കേന്ദ്രമന്ത്രിമാരുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്താനും ഇനി സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണ് ഫോളോ അപ്പ് ഉണ്ടാകേണ്ടത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ ഫലപ്രദമായി പദ്ധതികൾ സമർപ്പിച്ചു കൊടുത്ത് ഇത് പരമാവധി കേന്ദ്ര സ്കീമുകൾ കേരളത്തിന് പ്രയോജനപ്രദമാക്കത്തക്കവണ്ണമുള്ള ഈ ഫ്ലെക്സിബിലിറ്റി ഉപയോഗിക്കത്തക്കവണ്ണമുള്ള നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണ് വേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ശ്രദ്ധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്.